ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫ്രൈഡ് ചിക്കൻ സാൻഡ്വിച്ചാണ്. ഇതിനു വേണ്ടി ഒരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് ഒരല്പം വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് പിച്ചെടുക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ 2 സവാള കൊത്തി അരിഞ്ഞതും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റണം. വഴന്നു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ചെടുത്ത ചിക്കനും ചേർത്തൊന്ന് ഇളക്കാം. 2-3 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ വേവിച്ചതിൽ ബാക്കിയുള്ള ചിക്കൻ സ്റ്റോക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ച് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു കപ്പ് മൈദപ്പൊടി എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരല്പം ഉപ്പും ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. ഒരു കപ്പിനടുത്ത് വെള്ളമാണ് ഞാൻ ചേർത്തത്. മാവ് വല്ലാതെ ലൂസായി പോവരുത്. ഇനി ബ്രെഡ് എടുത്ത് ക്രോസായി ഒന്ന് കട്ട് ചെയ്ത് ആദ്യം കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കാം. ഈ മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാല വെച്ച് കൊടുക്കാം. ഈ ബ്രെഡ് പീസിന് മുകളിലും കുറച്ച് മയോണൈസ് പുരട്ടി ഇതിന് മുകളിലായിട്ട് വെച്ച് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി മൈദമാവിൽ മുക്കി നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. കുറച്ചധികം എണ്ണയിൽ വേണം പൊരിച്ചെടുക്കാൻ. അതുപോലെ എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം വേണം ബ്രെഡ് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.